റാൻഡം വേരിയബിൾസ്. എന്താണ് ഒരു റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓവർ ദ സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഒരു റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പിൾ സ്പേസ് ഉണ്ടല്ലോ, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സാമ്പിൾ സ്പേസ്. അപ്പോൾ നമ്മളിപ്പോൾ കോയിൻ ടോസിംഗ് ആണ് നടത്തിയെങ്കിൽ എൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? സെറ്റ് എച്ച് കോമ ടി. അങ്ങനെയുള്ള ഒരു സാമ്പിൾ സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനാണ്, അതായത് റിയൽ വാല്യൂസ് എടുക്കുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് റാൻഡം വേരിയബിൾ ശരിക്കും എന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഈ സാമ്പിൾ സ്പേസിലുള്ള ഓരോ ഔട്ട്കമ്മിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റിയൽ നമ്പർ നമുക്ക് തരിക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾസ് എ ഫംഗ്ഷൻ നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുക. അപ്പോൾ സാധാരണ ഒരു ഫംഗ്ഷൻ ആണെച്ചാൽ അതിൻ്റെ ബാക്കിൽ ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ആളുകൾ പോകുന്നത് നമ്മളെ സാമ്പിൾ സ്പേസ് എന്നാണ്. അപ്പോൾ സാമ്പിൾ സ്പേസിൽ നിന്ന് ഓരോ ആളുകൾ പോകുമ്പോഴും ഈ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ആയിട്ട് എന്തെടുക്കുന്നു? ഒരു റിയൽ നമ്പർ എടുക്കുന്നു. അങ്ങനത്തെ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഈ എക്സാമ്പിളിൽ നമ്മൾ കോയിൻ ടോസിങ് എക്സ്പെരിമെൻ്റ് ആണ് നോക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സാമ്പിൾ സ്പേസ് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു സെറ്റ് എച്ച് കോമ ടി അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഒരു റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തു, എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ. എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സിൻ്റെ ഉള്ളിലേക്ക് എച്ച് എന്ന് പറയുന്ന ഔട്ട്കമാണ് പോകുന്നതെങ്കിൽ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ടേക്സ് എ വാല്യൂ 1, റിയൽ വാല്യൂ എടുക്കുന്നു എന്ന് പറയുന്നു. അതുമാതിരി എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ടി എന്ന് പറയുന്ന ഔട്ട്കമാണ് പോകുന്നതെങ്കിൽ അത് 0 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. അപ്പോൾ ഞാനൊരു റാൻഡം വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റിൻ്റെ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഹിയർ എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ. എക്സ് എന്താണ്? ഇറ്റ്സ് എ റാൻഡം വേരിയബിൾ ആൻഡ് ഇറ്റ് അസ്യൂംസ് ദ വാല്യൂസ്. അത് 2 വാല്യൂസാണ് എടുക്കുന്നത്, 0, 1. 2 വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിളിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഓർക്കേണ്ടത് അതാണ്. വാട്ട്സ് എ റാൻഡം വേരിയബിൾ? ഇറ്റ് ഇസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഓവർ ദി സാമ്പിൾ സ്പേസ് ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമ്മൾ റാൻഡം വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുകയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു റാൻഡം വേരിയബിൾ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഞാനൊരു വേറൊരു റാൻഡം എക്സ്പെരിമെൻറ്റ് പറയുകയാണ്. ഞാൻ 2 കോയിൻസാണ് ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 കോയിൻസ് ടോസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എൻ്റെ സാമ്പിൾ സ്പേസ് എന്തായിരിക്കും? സാമ്പിൾ സ്പേസിൽ എച്ച് എച്ച്, എച്ച് ടി, ടി എച്ച്, ടി ടി ഇങ്ങനെയുള്ള 4 ഔട്ട്കംസ് ആണുള്ളത് അല്ലേ? അപ്പം ഞാൻ ഇവിടെ ഒരു റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്യണം. എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹെഡ്സ്. ഹെഡുകളുടെ എണ്ണമാണ് ഈ റാൻഡം വേരിയബിൾ എനിക്ക് തിരിച്ചു തരേണ്ടത്. അപ്പോൾ എക്സ് ഏതൊക്കെ വാല്യൂ എടുക്കും? എക്സിൻ്റെ ഉള്ളിൽ ഞാൻ എച്ച് എന്ന് പറഞ്ഞ ഔട്ട്കമാണ് പറഞ്ഞയക്കുന്നതെങ്കിൽ ഈ ഔട്ട്കമ്മിൽ എത്ര ഹെഡുകൾ വന്നിട്ടുണ്ട്? അതിൻ്റെ എണ്ണമാണ് എൻ്റെ റാൻഡം വേരിയബിൾ നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പോൾ 2 അല്ലേ? എക്സ് ഓഫ് എച്ച് ടി വന്നാലോ ഈ ഔട്ട്കമ്മിൽ ഒരു ഹെഡല്ലേ ഉള്ളൂ, അപ്പം 1. എക്സ് ഓഫ് ടി എച്ച് എന്ന് വന്നാൽ ആ ഔട്ട്കം നോക്കി അതിലും ഒരു ഹെഡേ ഉള്ളൂ, അപ്പോൾ 1. എക്സ് ഓഫ് ടി ടി അതിൽ ഒരു ഹെഡും ഇല്ല, 0. അപ്പോൾ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? 0 ഉണ്ട്, 1, 2. നമ്മളതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് എഴുതുന്നില്ല. അപ്പോൾ ദിസ് ഇസ് എ റാൻഡം വേരിയബിൾ. ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ഞാനൊരു കോയിൻ ടോസ് ചെയ്യാണ്. അണ്ടിൽ ഹെഡ് അപ്പിയേഴ്സ്. ഹെഡ് കിട്ടുന്നവരെ ഒരു കോയിനെ ടോസ് ചെയ്യുന്നു. നമ്മളതിൻ്റെ സാമ്പിൾ സ്പേസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. സാമ്പിൾ സ്പേസ് എന്താണ്? ആദ്യം തന്നെ ഹെഡ് കിട്ടിയാൽ അതൊരു പോസിബിലിറ്റി അല്ലേ? അടുത്തൊരു പോസിബിലിറ്റി എന്താണ്? ഫസ്റ്റ് ടെയിൽ കിട്ടുക, സെക്കൻഡ് ഹെഡ് കിട്ടുക, ടി എച്ച്. ആദ്യത്തെ 2 പ്രാവശ്യം ടെയിൽ കിട്ടുക, ടി ടി, പിന്നെ എച്ച് കിട്ടുക, ടി 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 എച്ച്. അപ്പോൾ ഇങ്ങനൊരു സാമ്പിൾ സ്പേസ്, അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് ആണ് അതിലുള്ളത്. അത് അവസാനിക്കാത്തൊരു സാമ്പിൾ സ്പേസ് ആണ്. ഇതിൽ ഞാൻ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്തതാണ്. ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് നമ്പർ ഓഫ് ടോസസ്. ഓരോന്നും എത്ര ടോസസ് ആണ് വേണ്ടി വന്നത് ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എണ്ണമാണ് എനിക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഞാൻ എക്സിൻ്റെ ഉള്ളിലേക്ക് എച്ച് എന്ന് പറഞ്ഞ ഔട്ട്കമാണ്, ഫസ്റ്റ് ഔട്ട്കമാണ് ഞാൻ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഒരൊറ്റ ടോസിൽ തന്നെ ഹെഡ് കിട്ടി. അപ്പം എക്സ് ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി രണ്ടാമത്തെ ഔട്ട്കമാണ് ഞാൻ പറഞ്ഞയക്കുന്നത് ടി എച്ച്. അതായത് 2 ടോസുകൾ വേണ്ടി വന്നു ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൻസർ 2 ആണ്, അതെടുക്കുന്ന വാല്യൂ 2 ആണ്. അതുമാതിരി എക്സ് ഓഫ് ടി ടി എച്ച്, ഇവിടെ 3 ടോസുകൾ വേണ്ടി വന്നു ഹെഡ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നു? 3 എന്ന് കൊടുക്കുന്നു. അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കാൻ പോകുന്നത്? 1, 2, 3 അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള വാല്യൂസ് എടുക്കുന്നു. ദാറ്റ് ഈസ് ഓൾസോ എ റാൻഡം വേരിയബിൾ. ഇനി ഞാൻ മറ്റൊരു റാൻഡം വേരിയബിൾ പറയാൻ പോകുന്നത്, അപ്പം ഞാനൊരു ലൈഫ് ടൈം ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ്
ഞാൻ നോക്കാൻ പോവാണ്. അപ്പോൾ ഇലക്ട്രിക് ബൾബിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് എടുക്കാം? ലൈഫ് ടൈം ഓഫ് ആൻ ഇലക്ട്രിക് ബൾബ് ഇറ്റ് ക്യാൻ ബി എനി വാല്യൂ ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അതിന് പൂജ്യത്തിനെക്കാട്ടും വലിയ, പൂജ്യമോ അതിനെക്കാട്ടും വലിയ ഏത് വാല്യൂ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് എഴുതാൻ പോകുന്നത്? എക്സ് എന്ന് പറയുന്നത് ലൈഫ് ടൈമുകളാണ് ഇലക്ട്രിക് ബൾബിൻ്റെ. അപ്പോൾ എക്സ് ക്യാൻ ടേക്ക് എനി വാല്യൂ ബിറ്റ്വീൻ 0 ആൻഡ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എക്സ് ക്യാൻ ടേക്ക് എ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ 0-നെക്കാട്ടും കൂടുതലായിട്ട് എത്ര വാല്യൂസ് വരും? കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര ഇൻഫിനിറ്റ് വാല്യൂസ് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിസിലൊക്കെ പറയുന്നു ദർ ആർ 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ്. ഏതൊക്കെയാണ്? 2 തരത്തിലുള്ള റാൻഡം വേരിയബിൾസ് നമുക്കുണ്ട്. either ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് എടുക്കുന്ന വാല്യൂസ് എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും, ഫൈനൈറ്റ് വാല്യൂസ് ആയിരിക്കാം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇതും ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ഇത് ഇൻഫിനിറ്റ് ആണ്, പക്ഷെ നമുക്ക് ഇതിങ്ങനെ എണ്ണാൻ പറ്റും. ഇത് ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ദിസ് ഇസ് കൗണ്ടബിളി ഇൻഫിനിറ്റ്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ടേക്സ് ഐദർ ഫൈനൈറ്റ് ഓർ കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്, കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ, അല്ലെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദിസ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഓൾസോ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇതൊക്കെ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ് ആണ്. അവരുടെ പ്രത്യേകത, അവരുടെ വാല്യൂസ് നമ്മൾ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുക അല്ലേ? എക്സിൻ്റെ വാല്യൂസ് 0, ഇവിടെ 1 2, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര, അങ്ങനെയുള്ള വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിളാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ഇനി എന്താണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ? എ റാൻഡം വേരിയബിൾ ഇസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഇഫ് ഇറ്റ് ക്യാൻ ടേക്ക് അൺകൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്. കൗണ്ട് ചെയ്യാൻ പറ്റാത്ത കൗണ്ടബിളി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വാല്യൂസ്, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം ഇൻഫിനിറ്റ് വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് കണ്ടിന്യൂസ്. അപ്പോൾ അതിനെ നമ്മളൊരു ഇൻ്റർവെല്ലോണ്ടൊക്കെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക. അതായത് നമ്മളിപ്പം എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, അതായത് 0 ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ് ഇവരുള്ളത്. അതുമാതിരി ഇപ്പോൾ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്നൊക്കെ നമ്മൾ എഴുതും. ഈ ടൈപ്പിലാണ് കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ റേഞ്ചുകളൊക്കെ നമ്മൾ എഴുതുന്നത്, അതെടുക്കുന്ന വാല്യൂസിനെയൊക്കെ നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അവരുടെ പ്രോബബിലിറ്റികളെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഓരോ റാൻഡം വേരിയബിളിനും, അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അല്ലെങ്കിൽ PMF എന്ന് പറയുന്നത്. അതുമാതിരി കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ എന്നും പറയും. അപ്പോൾ വാട്ട് ഇസ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? മാസ് ഫംഗ്ഷനാണ് നിങ്ങൾക്ക് അറിയാം അല്ലേ? ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ദെൻ ദ ഫംഗ്ഷൻ f of x is equal to probability of x is equal to x. അതായത് റാൻഡം വേരിയബിൾ എക്സ്, സ്മോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ, ഈ സ്മോൾ എക്സ് കൊണ്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന അതിലെടുക്കുന്ന വാല്യൂസിനെയാണ് വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി. അതിനെ നമ്മൾ PMF ഓഫ് എക്സ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് എപ്പോഴാണ് പറയുക? എല്ലാ ഇതിനെയും പറയില്ല. അതിന് പറയണമെങ്കിൽ അത് 2 കണ്ടീഷൻ സാധിച്ചിരിക്കണം. വൺ ഇസ് f of x is greater than or equal to 0. അത് നെഗറ്റീവ് ആവരുത്, ഇറ്റ് ഷുഡ് ബി നോൺ നെഗറ്റീവ്, 0 ഇതിനെക്കാട്ട് കൂടുതലോ വാല്യൂ എടുക്കണം. ആൻഡ് സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതായത് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന എല്ലാ വാല്യൂസിലുള്ള എഫ് ഓഫ് എക്സുകളെ ഇപ്പം നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പോൾ എക്സ് 2 വാല്യൂസ് എടുക്കുള്ളൂ, അവിടെയുള്ള എഫ് ഓഫ് എക്സുകൾ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ടോട്ടൽ PMF എപ്പോഴും 1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ? ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, ദെൻ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് സ്മോൾ എക്സ് എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിയിൽ ഞാൻ PMF എന്ന് വിളിക്കും ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദീസ് കണ്ടീഷൻ. അതായത് എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. ആൻഡ് ടോട്ടൽ PMF എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മൾ നേരത്തെ ഒരു കോയിൻ ടോസിങ് എക്സ്പെരിമെൻറ്റ് കണ്ടു അല്ലേ? അപ്പോൾ അവിടുത്തെ സാമ്പിൾ സ്പേസ് നമ്മൾ പറഞ്ഞു H-ഉം T-യും ആയിരിക്കും. ഞാൻ അവിടെ ഒരു റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്തു. സോ ദാറ്റ് എക്സ് ഓഫ് H ഇസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ഓഫ് T ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 2 വാല്യൂസാണ് എടുക്കുന്നത്, 0 1 അല്ലേ? അപ്പോൾ ഞാൻ അതിൻ്റെ
PMF കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1 ആണ്. അപ്പോൾ എന്താ PMF? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പോൾ എഫ് ഓഫ് 0 ഇവിടെ കാണണം, എഫ് ഓഫ് 1 കാണണം. വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എൻ്റെ റാൻഡം വേരിയബിൾ 0 ആവാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ ഞാൻ നോക്കി റാൻഡം വേരിയബിളിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒന്നും അറിയില്ല. ഞാൻ നോക്കി എപ്പോഴാണ് എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് 0 എന്ന് പറയുന്ന വാല്യൂ എപ്പോഴാണ് എടുത്തത്? ടെയിൽ കിട്ടുമ്പോൾ. അപ്പോൾ എക്സ് 0 ആവുക എന്ന് പറയുന്നത് ഏത് ഇവൻറ്റിന് തുല്യമാണ്? ഗെറ്റിംഗ് എ ടെയിൽ അല്ലേ? ഒരു കോയിൻ ടോസ് ചെയ്താൽ ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ഇറ്റ്സ് 1/2. മരി വാട്ട് ഈസ് എഫ് ഓഫ് 1? എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഞാൻ നോക്കി എപ്പോഴാണ് എൻ്റെ റാൻഡം വേരിയബിൾ എക്സ് 1 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്? ഹെഡ് വരുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറയുന്നു ദാറ്റ് ഈസ് ഈക്വലൻ ടു ഗെറ്റിംഗ് എ ഹെഡ്. പ്രോബബിലിറ്റി ഓഫ് ഒരു കോയിൻ ടോസ് ചെയ്താൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? 1/2. അപ്പോൾ എൻ്റെ റാൻഡം വേരിയബിൾ എടുക്കുന്ന രണ്ട് വാല്യൂസ് നമുക്കറിയാം, 0ഉം 1ഉം. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി ഞാൻ എഴുതണം. അപ്പോൾ എക്സ് 0, 1 എഫ് ഓഫ് എക്സുകൾ എടുത്ത് എഴുതുന്നു. 0 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ്? 1/2. 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് 1/2. അപ്പം നമ്മളിങ്ങനെ ഒരു ടേബിൾ രൂപത്തിൽ എക്സുകളും അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സുകളെയും നമ്മളിപ്പോൾ എഴുതുകയാണ്. ഇങ്ങനെ നമ്മൾ ലിസ്റ്റ് ചെയ്യണത് നമ്മൾ പറയും ഇറ്റ്സ് കോൾഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഏത് രീതിയിലാണ് ഓരോ വാല്യൂസിനും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നത് നമുക്ക് പറഞ്ഞു. ഇറ്റ്സ് കോൾഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ്. ഇനി നമുക്ക് നോക്കാം പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റാൻഡം വേരിയബിൾ, നമ്മൾ റാൻഡം വേരിയബിൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതായത് പ്രോബബിലിറ്റി ഓഫ് ടേക്കിംഗ് ഈച്ച് വാല്യൂ, പ്രോബബിലിറ്റി ഓഫ് വാല്യൂസ്, ആ രണ്ടെണ്ണം കൂടി കിട്ടിയാലാണ്, ഇത് രണ്ടിനും കണ്ടുപിടിച്ചാലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്? പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതി എന്ന് പറയും. അപ്പോൾ ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആരുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനാണ് ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നമ്പർ ഓഫ് ഹെഡ്സ് ഒബ്റ്റെയിൻഡ് വെൻ 2 കോയിൻസ് ആർ ടോസ്ഡ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ്, 2 കോയിനുകളാണ് ടോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സാമ്പിൾ സ്പേസ് നമ്മൾ നേരത്തെ എഴുതിയതാണ്. HH, HT, TH ആൻഡ് TT. നമ്മൾ പറഞ്ഞു ഓരോ ഔട്ട്കമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടും എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്ത് വാല്യൂ എടുക്കുന്നു? എക്സ് പറഞ്ഞ ഹെഡുകളുടെ എണ്ണമാണ്, നേരത്തെ എഴുതിയതാണ്. HH എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നു. എക്സ് ഓഫ് HT എന്ന് പറയുമ്പോൾ ഒരു ഹെഡേ ഉള്ളൂ, 1 എന്നുള്ള വാല്യൂ. അതുമാതിരി എക്സ് ഓഫ് TH എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഒരു ഹെഡേ ഉള്ളൂ. ഒരു എക്സ് ഓഫ് TT എന്ന് പറയുമ്പോഴോ ഒരു ഹെഡും ഇല്ല, 0. അപ്പോൾ ആദ്യത്തെ വഴി നമ്മൾ കണ്ടു ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതാണ്? 0 എടുക്കുന്നു, 1 എടുക്കുന്നു, 2 എടുക്കുന്നു. ഇനി നമ്മൾ കാണേണ്ടത് എക്സ് 0 എടുക്കാനുള്ള പ്രോബബിലിറ്റി, അതാണ് എഫ് ഓഫ് 0 കാണണം. ജസ്റ്റ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു 0. എക്സ് 0 ആവാനുള്ള സാധ്യത എന്താണ്? നമുക്ക് ആകെ 4 കേസുകളാണ്. എക്സ് 0 ആവുക എന്ന് പറഞ്ഞാൽ 2 ടെയിലുകൾ ആണ് കിട്ടേണ്ടത്. 2 ടെയില് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്? ആകെ 4 കേസിൽ ഒരൊറ്റ കേസേ ഉള്ളൂ, ദറ്റ് ഈസ് 1/4 അല്ലേ? മറ്റു വാട്ട് ഈസ് എഫ് ഓഫ് 1? ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് എപ്പോഴാണ് 1 ആയിട്ടുണ്ടായിരുന്നത്? HT വന്നപ്പോഴും TH വന്നപ്പോഴും അല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് ടെയിൽ HT TH. അപ്പോൾ 2 കേസുകളാണ് ഇവിടെ. ഈ 4 കേസുകളിൽ 2 ഫേവറബിൾ കേസസ്. therefore this is 2/4. and what is f of 2? f of 2 എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, വിച്ച് ഇസ് ഹെഡുകളുടെ എണ്ണം 2 ഹെഡുകളാണ് കിട്ടേണ്ടത്. അപ്പോൾ ദിസ് ഇസ് 1/4. അപ്പോൾ എല്ലാത്തിനും പ്രോബബിലിറ്റി ആയില്ലേ? അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സും എഫ് ഓഫ് എക്സുകളും എഴുതുകയാണ്. 0ൻ്റെ പ്രോബബിലിറ്റി 1/4, 1ൻ്റെത് 2/4 ആൻഡ് എഫ് ഓഫ് 2ൻ്റെ 1/4. ഇങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മളതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ എഫ് ഓഫ് എക്സുകളൊക്കെ ഒന്ന് കൂട്ടി നോക്കിയേ. 1/4 + 2/4 3/4, 3/4 + 1/4 4/4. ടോട്ടൽ PMF എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഡിസ്ക്രീറ്റ് കേസിൽ.
The probability distribution of a discrete random variable x is given below. Find k, probability of x less than or equal to 2, probability of x less than 2, and probability of 1 less than x less than or equal to 3. ഇത്ര കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട് 0, 1, 2 and 3. 1/8, k, 3/8 and 4/8. അപ്പോൾ ആദ്യം നമുക്ക് k എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് ഇതിവിടെ എഫ് ഓഫ് എക്സിൽ കയറി നിൽക്കുന്നുണ്ട്, അയാളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് എഫ് ഓഫ് എക്സിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് എക്സിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു 1. അതായത് എക്സ് എടുക്കുന്ന എല്ലാ വാല്യൂസിലുള്ള എഫ് ഓഫ് എക്സുകളെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 1 കിട്ടണം. ദറ്റ് ഈസ് 1/8 പ്ലസ് കെ പ്ലസ് 3/8 പ്ലസ് 4/8 ഈസ് ഈക്വൽ ടു 1 എന്ന് നമുക്ക് കിട്ടും. ഇത് 2/8 ആണ്. 1/8 പ്ലസ് 2/8 1/8 പ്ലസ് കെ പ്ലസ് 2/8 പ്ലസ് 4/8 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടണം. അപ്പോൾ നമ്മളിവരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7/8 കെ പ്ലസ് 7/8 ഈസ് ഈക്വൽ ടു 1 എന്നാണ് വരുന്നത്. ഓർ കെ ഈസ് ഈക്വൽ ടു 1 മൈനസ് 7/8. That is 8 minus 7/8 which is equal to 1/8. അപ്പോൾ ആദ്യം നമുക്ക് കെയുടെ സ്ഥാനത്ത് ആരെ എഴുതാം? 1/8 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന ആൻസറിനെ എഴുതാം. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു 1/8. അപ്പോൾ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ നമ്മൾ 1/8, 1/8, 2/8, 4/8 എന്ന് എഴുതി. ഇനി നമുക്ക് ആദ്യത്തെ പ്രോബബിലിറ്റികൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിനെ കുറിച്ചുള്ള ഒരു പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടോ കുറവോ ആവുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടോ കുറവോ ആവുക എന്ന് പറഞ്ഞാൽ എക്സിന് ഏതൊക്കെ വാല്യൂസ് എടുക്കാം? എക്സിന് 1 എടുക്കാം, 0 എടുക്കാം, 1 എടുക്കാം, 2 എടുക്കാം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 plus probability of x is equal to 1 plus probability of x is equal to 2. In the probability of x is equal to 0, നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. ഈ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2 അല്ലേ? അതിൻ്റെ വാല്യൂസ് എല്ലാം നമുക്കറിയാം. എഫ് ഓഫ് 0 ദറ്റ് ഈസ് 1/8 plus f of 1 which is again 1/8 plus f of 2 which is 2/8. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 4/8 or 1/2. ഈ ആൻസറാണ് കിട്ടുന്നത്. ഇതേമാതിരി ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാലോ എക്സിൻ്റെ വാല്യൂ 2നെക്കാട്ടും കുറവാവുക. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നതും ലെസ് ദാൻ വരുന്നതും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 2നെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂ എടുക്കാം? എക്സിന് 0 എടുക്കാം പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1. അതിലെപ്പോഴും 2 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാൻ പറ്റില്ല, ലെസ് ദാൻ 2 എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/8 പ്ലസ് 1/8 വിച്ച് ഇസ് 2/8. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോബബിലിറ്റി ഓഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 1ൻ്റെയും 3ൻ്റെയും ഇടയിൽ കിടക്കണം. 1നെ കൂട്ടരുത്, എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3നെ കൂട്ടണം. അപ്പോൾ ഏതൊക്കെ വാല്യൂസാണ് എടുക്കുന്നത്? 2ഉം 3ഉം. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. ദറ്റ് ഈസ് എഫ് ഓഫ് 2 പ്ലസ് എഫ് ഓഫ് 3. ഇതാണ് നമുക്ക് കാണേണ്ടത്. വാട്ട് ഈസ് എഫ് ഓഫ് 2? ദറ്റ് ഈസ് 2/8 പ്ലസ് വാട്ട് ഈസ് എഫ് ഓഫ് 3? ദറ്റ് ഈസ് 4/8 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം 6/8. അപ്പം ഇങ്ങനെയാണ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റികളെല്ലാം കണ്ടുപിടിക്കുന്നത്. സമ്മ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള PMFകളെ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് എന്ത് കിട്ടുന്നത്? നമ്മൾ റിക്വയർഡ് പ്രോബബിലിറ്റി കിട്ടുന്നത്. ഇനി അടുത്തത് നമ്മളൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റിയാണ് നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ഓർ PDF. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് PDF ഡിഫൈൻ ചെയ്യുന്നത്?
let x be a continuous random variable and let probability of x less than or equal to capital X less than or equal to x plus dx. അതായത് ഇവിടെ x എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ സ്മോൾ എക്സിൻ്റെയും എക്സ് പ്ലസ് ഡി എക്സിൻ്റെയും ഇടയിൽ കടക്കാനുള്ള പ്രോബബിലിറ്റി അത് ഞാൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതുകയാണെങ്കിൽ then f of x is called the PDF of x if it satisfies the following conditions. നേരത്തെ ഡിസ്ക്രീറ്റ് കേസിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഫ് ഓഫ് എക്സിനെ ഒരു പി ഡി എഫ് എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ എവ്രി എക്സ്. ആൻഡ് നേരത്തെ സമ്മേഷൻ ഓവർ എക്സ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇവിടെ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റി എപ്പോഴും എന്തായിരിക്കണം 1 ആയിരിക്കണം. അപ്പം ഇവിടെ കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ എന്തുകൊണ്ട് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതിയിട്ടില്ല? നമ്മൾ അങ്ങനെയാണ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ പി എം എഫിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നാണ്. അതിന് പകരം ഇവിടെ ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിൽ എക്സ് കിടക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് എക്സ് ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണെന്ന് വെച്ചാൽ അതിനിങ്ങനെ ഓരോ വാല്യൂസ് എടുക്കാം. 0 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാം, അത് കഴിഞ്ഞിട്ട് അടുത്ത വാല്യൂ എവിടെ എടുക്കുക 1 എന്ന് പറഞ്ഞ വാല്യൂ എടുക്കാൻ പറ്റുള്ളൂ, അത് കഴിഞ്ഞിട്ട് 2 അങ്ങനെ ഒരു ജമ്പ് ചെയ്തിട്ടാണ് വാല്യൂ എടുക്കുക. പക്ഷേ എക്സ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് കറക്റ്റ് ആ പോയിന്റിൽ നിൽക്കാൻ പറ്റും. ഒരു സോളിഡ് ആയിട്ടുള്ള സാധനം പോലെയാണ്. എക്സ് 0-ൽ നിൽക്കാം, എക്സ് 1-ൽ നിൽക്കാം, എക്സിൽ 2-ൽ നിൽക്കാം അങ്ങനെ. എന്നാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഒരു ലിക്വിഡ് പോലെയാണ്. അതൊരു പോയിന്റുകളിൽ ഇങ്ങനെ നിൽക്കില്ല, അതിങ്ങനെ ഒഴുകണം, അതിനൊരു ഇൻ്റർവെലാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാൻ പറ്റില്ല, ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് കണ്ടിന്യൂസ് കേസിൽ എഴുതാൻ പറ്റില്ല. ഫോർ എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഇങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇല്ല, ദാറ്റ് വിൽ ബി 0. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൽ നിൽക്കണമെങ്കിൽ സ്മോൾ എക്സിൻ്റെ അടുത്ത് ഞാനൊരു ചെറിയൊരു ഇൻ്റർവെൽ ഉണ്ടാക്കി കൊടുത്തു. സ്മോൾ എക്സും അതിന് ചെറിയൊരു ഇൻക്രിമെൻറ്റ് എക്സ് പ്ലസ് ഡി എക്സ്, അതിൻ്റെ ഉള്ളിൽ എക്സ് കിടക്കാനുള്ള പ്രോബബിലിറ്റി എഫ് ഓഫ് എക്സ്, അതിനൊരു ലെങ്ത് ഉണ്ടാവും ആ ഇൻ്റർവെല്ലിന്, അതുകൊണ്ടാണ് ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഓർക്കേണ്ട കണ്ടീഷൻസ് ഏതൊക്കെയാണ്? എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. നമുക്ക് അത് ഉപയോഗിച്ചിട്ടൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. The PDF of a random variable x is given below. F of x is equal to kx, 0 less than or equal to x less than or equal to 1. Find k. Probability of 1/4 less than x less than 1/2. Probability of 1/3 less than x less than or equal to 1/2. അപ്പോൾ ആദ്യം നമുക്ക് k കണ്ടുപിടിക്കാം. അപ്പോൾ k is a constant. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ടോട്ടൽ പി ഡി എഫ് ഡിസ്ക്രീറ്റ് കേസാണെന്ന് വെച്ചാൽ ടോട്ടൽ പി എം എഫ് 1 എന്നുള്ള പ്രോബബിലിറ്റി എന്നുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഹിയർ ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. അതായത് ടോട്ടൽ പി ഡി എഫ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കേസിൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് നമുക്കറിയാം. അതായത് എക്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ചിൽ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ കംപ്ലീറ്റ് റേഞ്ച് എന്താണ്? 0-ൻ്റെയും 1-ൻ്റെയും ഇടയിലാവുമ്പോൾ മാത്രമാണ് കെ എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് എടുക്കുന്നത്. ബാക്കി എല്ലാവരുടെയും 0 ആണ്. അപ്പോൾ റേഞ്ച് എന്താണ്? 0 to 1. കെ എക്സ് ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് കെ എക്സ് ആണ്, ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു കെനെ പുറത്തേക്ക് വയ്ക്കാൻ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ഇൻ്റഗ്രൽ 0 to 1 എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 0 and 1. കെ ബൈ 2 അങ്ങോട്ട് കൊണ്ടുപോയി x² വാല്യൂസ് കൊടുക്കുമ്പോൾ 1² മൈനസ് 0² ദറ്റ് ഈസ് ഈക്വൽ ടു കെ ബൈ 2. ദിസ് ഇസ് ഈക്വൽ ടു 1 നമുക്കറിയാം. ടോട്ടൽ പി ഡി എഫ് ഇസ് ഈക്വൽ ടു 1 ഓർ കെ ഇസ് ഈക്വൽ ടു 2. ഇപ്പോൾ നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ്? നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x എന്ന് നമുക്ക് എഴുതാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഇനി നമ്മളോടൊരു പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 1/4-ൻ്റെയും 1/2-ൻ്റെയും ഇടയിൽ കിടക്കാനുള്ള പ്രോബബിലിറ്റി. ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ലെസ് ദാൻ എന്ന് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നതൊക്കെ തുല്യമാണ്. അപ്പോൾ നമ്മളോടിപ്പം എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി അല്ലെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഏതൊരു പ്രോബബിലിറ്റി ചോദിച്ചാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പി ഡി എഫിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഏത് റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന രീതിയിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ പ്രോബബിലിറ്റി കാണുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1/4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1/2.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/4 to 1/2 f of x dx. ഈ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെ എഴുതുന്നു? ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/4 to 1/2 f of x is 2x dx. 2നെ പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 1/4 to 1/2 x dx എന്നാണ് നമുക്ക് വരുന്നത്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 പുറത്തെന്നുള്ള ആണ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 ബിറ്റ്വീൻ ലിമിറ്റ്സ് 1/4 ആൻഡ് 1/2. ഈ 2ഉം ക്യാൻസൽ ചെയ്യും. അപ്പോൾ x²ന് ഫസ്റ്റ് അതിൻ്റെ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള 1/2 കൊടുക്കുമ്പോൾ 1/2² മൈനസ് ലോവർ ലിമിറ്റ് 1/4 കൊടുക്കുന്നു 1/4². ദറ്റ് ഈസ് 1/4 മൈനസ് 1/60 അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു 3/60. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ 1/4നെ ഞാൻ 4/60 എന്നാണ് എഴുതിയത്, മൈനസ് 1/60. അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് 1/3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഇവിടെ ലെസ് ദാൻ വന്നാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും ഒന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 1/3 to 1/2 f of x dx. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഈ പാർട്ടും ചെയ്യേണ്ടത്. ലെസ് ദാൻ വന്നാലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാലും ഇവിടെ ഒരു കുഴപ്പമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ CDF. CDFനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പോൾ ഞാൻ കോമൺ ആയിട്ടാണ് കണ്ടിന്യൂസിനും ഡിസ്ക്രീറ്റും കൂടി പറയുന്നത്. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ ഹാവിങ് PMF or PDF f of x. ഡിസ്ക്രീറ്റ് ആണെച്ചാൽ PMF, കണ്ടിന്യൂസ് ആണെച്ചാൽ PDF. then CDF is given by CDF എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ക്യാപിറ്റൽ F of x is equal to probability of capital X less than or equal to small x. അതായത് f of ഇപ്പോൾ 2 എന്ന് പറയാൻ നമ്മൾ എങ്ങനെ കാണാം? പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ X ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. f of 3.5 എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ കാണും? പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3.5. അപ്പം അങ്ങനെയാണ് നമ്മൾ CDF അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിനെങ്ങനെയാണ് അതിനെ കണ്ടുപിടിക്കുന്നത്? ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ, നമ്മളൊരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ആഡ് അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ എക്സിൻ്റെ വാല്യൂ സ്മോൾ എക്സോ അതിനെക്കാട്ടോ കുറവുമാണ്. അപ്പോൾ നമ്മൾ ഏത് മുതൽ ആഡ് ചെയ്യും? -∞ മുതൽ സ്മോൾ എക്സ് വരെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2 ആണെച്ചാൽ 2 വരെ ഞാൻ f of xനെ ആഡ് ചെയ്യും. അതുമാതിരി കണ്ടിന്യൂസ് ആണെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യും. -∞ മുതൽ എക്സ് വരെ PDF-നെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് CDF. f of x is defined for all real values of x. എക്സിൻ്റെ എല്ലാ റിയൽ വാല്യൂസിനും -∞ മുതൽ +∞ വരെയുള്ള എല്ലാ വാല്യൂസിനും f of x ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. f of -∞ is 0 and f of +∞ വരുമ്പോൾ the value is 1. If a is less than b, then f of a is less than or equal to f of b. അപ്പോൾ ഇവിടെ ചെറിയൊരു സംഖ്യയാണെങ്കിൽ ഇപ്പോൾ f of 2 will be always less than or equal to f of 5 അല്ലെങ്കിൽ f of 3 അങ്ങനെ എഴുതാം. ഇത് നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഇഫ് എക്സ് ഇസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ then the graph of capital F of x is a step function. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ f of xൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും. അതൊരു ഈ രൂപത്തിലായിരിക്കും ഗ്രാഫ് ഉണ്ടാവും. And if x is a discrete random variable, probability of a less than x less than or equal to b. Strict ആയിട്ട് ഇങ്ങനെ വന്നാൽ നമുക്ക് f of b minus f of a എന്ന് എഴുതാം. എന്നാൽ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ലെസ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ സെയിം. അപ്പോൾ ഇങ്ങനെ a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇങ്ങനെ ഏത് രൂപത്തിൽ വന്നാലും ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് f of b minus f of a. ഇനി if x is a continuous random variable, graph of f of x will be a continuous graph. മറ്റൊരു കാര്യം, ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ദെൻ PDF സ്മോൾ എഫ് ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? d/dx ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് PDF നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ അടുത്ത് നോക്കുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ CDF ആണ്. അപ്പോൾ എന്താണ് CDF? ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ having PMF or PDF f of x.
അപ്പോൾ ഇത് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഞാൻ ഒരുമിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും. കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിനെ കുറിച്ചിട്ടാണ് പറയുമെങ്കിൽ PDF എന്നുള്ള വാക്ക് ഉപയോഗിക്കും. f(x) PDF ഉള്ള ഒരു റാൻഡം വേരിയബിൾ x നമ്മുടെ കയ്യിലുണ്ട്. ദെൻ ഇറ്റ് CDF ഇസ് ഗിവൺ ബൈ, CDFനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ക്യാപിറ്റൽ f(x) is equal to probability of capital X less than or equal to small x. ഈ എക്സ്പ്രഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, CDF കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ. ക്യാപിറ്റൽ f(x) is equal to probability that capital X less than or equal to small x. അതായത് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ഞാൻ f(2) ആണ് എടുക്കുന്നതെങ്കിൽ ഞാൻ എന്താ കണ്ടുപിടിക്കുക, പ്രോബബിലിറ്റി, എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കുക, എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ 2 അതിനെക്കാട്ടും കുറവോ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ഞാൻ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഏത് വാല്യൂ കൊടുക്കുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എൻ്റെ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂ, ആ വാല്യൂ അതിനെക്കാട്ടോ കുറവോ ആവാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് ദ CDF. അപ്പോൾ അത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആൻസർ നമ്മൾ എങ്ങനെയാണ് കാണുക, എക്സിൻ്റെ വാല്യൂ സ്മോൾ എക്സിനെക്കാട്ടും കുറവാവുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ട് മാക്സിമം എവിടെ വരെ പോവാം, -∞ വരെ. അപ്പോൾ സമ്മേഷൻ -∞ to x f(x) if x is a discrete random variable. കണ്ടിന്യൂസ് ആൻസർ നമ്മൾ ഇൻ്റഗ്രേറ്റ് അല്ല ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും, ഇൻ്റഗ്രൽ -∞ to x f(x) dx if x is continuous. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ CDF കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ CDFൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ f(x) is defined for all real values of x. അതായത് f(x) നമ്മൾ -∞ മുതൽ +∞ വരെയുള്ള എല്ലാ വാല്യൂസിലും നമ്മൾ CDF കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് f(-∞) മുതൽ +∞ ഉള്ളിലുള്ള ഏതൊരു വാല്യൂവും ഞാൻ ഈ എക്സിൻ്റെ ഉള്ളിൽ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റണം എന്തായിരിക്കണം അതിൻ്റെ f(x) എന്ന്. അപ്പോൾ കംപ്ലീറ്റ് റിയൽ ലൈനിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആൻഡ് രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ f(-∞) എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം പ്രോബബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ആണ് f(x). അപ്പോൾ x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -∞. -∞ കുറവാവോ ഏതെങ്കിലും വാല്യൂ, ദ പ്രോബബിലിറ്റി വിൽ ബി 0. അതുമാതിരി f(+∞) ഈസ് ഈക്വൽ ടു 1. അതായത് f(+∞) എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ X ലെസ് ദാൻ ഓർ ഈക്വൽ ടു +∞. എല്ലാ x വാല്യൂസും +∞ കുറവായിരിക്കില്ലേ, ദെർഫോർ ഇറ്റ്സ് എ ഷുവർ ഇവന്റ്. അപ്പോൾ പ്രോബബിലിറ്റി 1. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇഫ് A is less than B, f(A) is less than or equal to f(B). അതായത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന നമ്പേഴ്സ് ചെറുതാവുകയാണെങ്കിൽ അതിൻ്റെ CDFും ചെറുതായിരിക്കും. അതായത് ഇപ്പോൾ f(2) will always be less than or equal to f(3), അല്ലെങ്കിൽ f(2) will be less than or equal to f(5), f(10). അപ്പോൾ ഇവിടെ ചെറിയ വാല്യൂകളാണെങ്കിൽ എന്താണ്, അതിൻ്റെ CDFും അതേ ഇപ്പോൾ, അതായത് ദിസ് ഇസ് എ നോൺ ഡിക്രീസിങ് ഫംഗ്ഷൻ. CDF എന്താണ്, ഇസ് നോൺ ഡിക്രീസിങ് എന്ന് നമുക്ക് പറയാം. അടുത്ത പ്രോപ്പർട്ടി, ഇഫ് ക്യാപിറ്റൽ X ഇസ് എ discrete random variable, then the graph of capital f(x) is a step function. ക്യാപിറ്റൽ f(x)ൻ്റെ ഗ്രാഫ് ഉണ്ടല്ലോ, നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുക. നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ x വാല്യൂസ് എടുക്കും, ഇവിടെ ക്യാപിറ്റൽ f(x) എടുക്കും. എന്നിട്ടിപ്പം നമ്മളൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ വരച്ചു കഴിഞ്ഞാൽ ആ പാറ്റേൺ ഇങ്ങനെയാണ്, സ്റ്റെപ്പ് പോലെയാണ് പോകുന്നത്, ഇങ്ങനെ പോകും. അപ്പോൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ടാണ് കിട്ടുന്നത്. അതുമാതിരി ഇഫ് x is a discrete random variable, then probability of A less than x less than or equal to b is equal to f(b) minus f(a). ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ട് ഇങ്ങനെ വരണം, ഇവിടെ a ലെസ് ദാൻ വരണം, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, f(b) മൈനസ് f(a). അതായത് നമുക്കിപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, അല്ല സോറി ഇവിടെ ലെസ് ദാൻ ഉള്ളൂ കേട്ടോ, 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ഇങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം, f(5) മൈനസ് f(2) എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അതായത് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ ലെസ് ദാനും ലെസ് ദാൻ ഓർ ഈക്വൽ ടുനും വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണെച്ചാൽ ഒരു ലെസ് ദാൻ എന്ന് പറയുന്നതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു പറയുന്നതൊക്കെ ഒരു വ്യത്യാസമില്ല, കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പറയണ്ടേ, എ ലെസ് ദാൻ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വന്നാലും, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി വന്നാലും, അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങൾ വരുത്തിയാലും ലെസ്സും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ മാറ്റി എഴുതിയാലും നമുക്ക് എങ്ങനെ എഴുതാം, അതിനെ f(b) മൈനസ് f(a) എന്ന് എഴുതാം കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ.
ഇനി അടുത്ത പ്രോപ്പർട്ടി, ഇഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ദ ഗ്രാഫ് വിൽ ബി എ ഗ്രാഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. ഗ്രാഫ് വരയ്ക്കുകയാണെന്ന് വെച്ചാൽ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു ഗ്രാഫായിട്ട് നമുക്ക് കിട്ടും. ആൻഡ് ഇഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അതായത് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമുക്ക് പി ഡി എഫ് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? സി ഡി എഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ പി ഡി എഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയായിരുന്നു സി ഡി എഫിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് സി ഡി എഫ് കാണാനുള്ളൊരു ക്വസ്റ്റ്യനാണ് ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ സി ഡി എഫ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഹൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗിവൺ ബൈ. ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ എക്സ് വാല്യൂസും അതിൻ്റെ പി എം എഫുകളും തന്നിട്ടുണ്ട് അല്ലേ? പി എം എഫുകളും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സി ഡി എഫ് കണ്ടുപിടിക്കാനാണ്. സി ഡി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫോർ എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ദിസ് ഇസ് ഇൻ്റഗ്രൽ സമ്മേഷൻ ആണ്, സമ്മേഷൻ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ് സ്മോൾ എഫ് ഓഫ് എക്സ്. ഇങ്ങനെയാണ് കാണേണ്ടത്. അപ്പോൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ വല്ലാതെ അങ്ങോട്ട് ഫോർമുലയിലേക്കൊന്നും പോകണ്ട. ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ സി ഡി എഫ് കാണുകയാണ്, ഇതിൻ്റെ നേരെ താഴെ തന്നെ ഞാൻ സി ഡി എഫ് കാണുകയാണ്, ഞാൻ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണുകയാണ്. അപ്പോൾ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഒക്കെ കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്തില്ലേ? അതേമാതിരി നമുക്കിവിടെ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യാം. അപ്പം ഫസ്റ്റ് തന്നെ ഇവിടെ -2 കറസ്പോണ്ടിങ് ആയിട്ട് 0.1, അതിൻ്റെ മുമ്പിൽ ആഡ് ചെയ്യാൻ ആരുമില്ല, അപ്പോൾ 0.1 തന്നെ എഴുതാം. അതുമാതിരി അടുത്തത് -1 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ രണ്ടിനെ ആഡ് ചെയ്യണം. 0.1 + 0.2, 0.1 + 0.2 എന്ന് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? 0.3. ഇതാണ് നമുക്ക് സി ഡി എഫ് വരുന്നത്. ഇനി അടുത്ത കേസിലേക്ക് വരുമ്പോഴേക്ക് ഇത് മൂന്നും ആഡ് ചെയ്യണം. അപ്പോൾ 0.3 + 0.3, 0.3 + 0.3 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 0.6 കിട്ടുന്നു. അതുമാതിരി അടുത്തത് വരുമ്പോൾ 0.6 + 0.2 ദാറ്റ് ഈസ് 0.8 അല്ലേ? ഇനി അടുത്തത് വരുമ്പോഴോ 0.8 + 0.2 ദാറ്റ് ഈസ് 1. എന്തായാലും ലാസ്റ്റ് വാല്യൂ വരുമ്പോഴേക്ക് 1 കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സി ഡി എഫ് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാം. എവിടെ? ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ. അപ്പോൾ എന്താ ചെയ്തത്? ക്യുമുലേറ്റ് ചെയ്തു, സ്റ്റെപ്പായിട്ട് നമ്മൾ ആഡ് ചെയ്തു അല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ -1ൻ്റെ സ്ഥാനത്തുള്ള ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കിട്ടി, -2ൻ്റെ സ്ഥാനത്തുള്ളത് കിട്ടി, 0ൻ്റെ അടുത്ത് കിട്ടി, 1ൻ്റെ കിട്ടി, 2ൻ്റെ കിട്ടി. നമ്മൾ സി ഡി എഫിൻ്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ വാല്യൂസ്. എല്ലാ റിയൽ വാല്യൂസിനും അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പിന്നെ എഴുതുമ്പം -∞ മുതൽ +∞ വരെ ഉള്ളതായിട്ട് എഴുതിയാൽ കുറച്ചും കൂടി നമ്മൾ എഴുതിയത് ക്ലിയർ. ഇതുവരെ എഴുതിയാൽ ഓക്കെയാണ്, പക്ഷെ നമ്മൾ എഴുതുമ്പോൾ അങ്ങനെയും കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എടുത്തിട്ടൊന്ന് എഴുതാം ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ നോക്കൂ, നമുക്കിപ്പോൾ കിട്ടിയ പ്രകാരം എങ്ങനെയാണ്? -∞, ഇവിടെ -2 ഉണ്ട്, അവിടെ മാത്രം എഫ് ഓഫ് എക്സ് എനിക്ക് 0.1 കിട്ടിയിട്ടുണ്ട് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെയോ -1ൻ്റെ അവിടെ സി ഡി എഫ് എത്രയാണ്? 0.3 കിട്ടിയിട്ടുണ്ട്. 0ൻ്റെ അവിടെ എനിക്ക് 0.6 എന്ന് കിട്ടിയിട്ടുണ്ട്. 1ൻ്റെ അവിടെ 0.8 എന്ന് കിട്ടിയിട്ടുണ്ട്. 2ൻ്റെ അവിടെ 0.2 എന്നും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എഴുതാൻ പോകുന്നത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ ഈ -2 ആവുമ്പോഴേ അത് 0.1 ആവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ -∞ മുതൽ 2 വരെയുള്ള റേഞ്ചിൽ എഫ് ഓഫ് എക്സ് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് -∞ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2, -2 വരെയുള്ള റേഞ്ചിൽ ഇവിടെയൊക്കെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനിയിപ്പം അടുത്ത റേഞ്ച് പോകുന്നത് ഞാൻ -2 മുതൽ -1 വരെ അല്ലേ? -1 എത്തിക്കഴിഞ്ഞാലേ 0.3 ആവുള്ളൂ. അപ്പം -2 മുതൽ -1 വരെ, അതായത് -2 ഉൾപ്പെടുത്തണം, -1 കൂട്ടാൻ പാടില്ല. -1 ആകുമ്പോഴേക്ക് മാറും. അപ്പോൾ അവിടെ എന്താണ്? 0.1 ആണ്. ഇങ്ങനെ മനസ്സിൽ നമുക്ക് എടുത്തെഴുതാം. സിമിലർലി -1 മുതൽ 0 വരെ, -1 ഉൾപ്പെടുത്തി 0 വരെയുള്ള സ്ഥലത്ത് എന്തായിരിക്കും? 0.3 ആയിരിക്കും. ആൻഡ് 0 ഉൾപ്പെടുത്തി 1 വരെയുള്ള സ്ഥലത്ത്, 0 മുതൽ 1 വരെയുള്ള സ്ഥലത്ത് ഏതായിരിക്കും? 0.6 ആയിരിക്കും എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. അതുമാതിരി 1 ഉൾപ്പെടുത്തി 2 വരെയുള്ള സ്ഥലത്ത് എഫ് ഓഫ് എക്സ് വിൽ ബി 0.8. പിന്നെ 2 ഉൾപ്പെടുത്തി ∞ വരെയുള്ള സ്ഥലത്ത് 1 ആയിരിക്കും.
ഇങ്ങനെ കൂടി എഴുതിയാൽ ഒന്നും കൂടി പെർഫെക്റ്റായി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ എഴുതി നിർത്തിയാലും ഓക്കെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ CDF എഴുതുക. ജസ്റ്റ് ക്യുമുലേറ്റീവ് എന്ന് കണ്ടുകൊണ്ട് സ്റ്റെപ്പായിട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് പോയാൽ മതി. എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ x has the PDF f of x is equal to 3x square. 0 less than or equal to x less than or equal to y. Find the CDF. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എഫ് ഓഫ് എക്സ് തന്നിരിക്കുന്ന റേഞ്ച് ഏതാണ്? ഏത് റേഞ്ചിലാണ് എഫ് ഓഫ് എക്സ് 3x സ്ക്വയർ എന്നുള്ളത്? 0ൻ്റെയും എക്സിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിലാവുമ്പോൾ ബാക്കി എല്ലാവരുടെയും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മളിപ്പോൾ റിയൽ ലൈൻ വരച്ചിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഒന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് -∞ ടു +∞ എന്ന് പറയുന്ന റിയൽ ലൈനിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ മാത്രമാവുമ്പോഴാണ് എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 3x സ്ക്വയർ. ബാക്കി എല്ലാവരുടെയും എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയും എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ PDF-ൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നത് അല്ലേ? ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനാണ്. ഇപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് ആണ് അല്ലേ? അപ്പോൾ ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിലാണ് നമ്മളെങ്ങനെ ഇത് കാണുക? ഇൻ്റഗ്രൽ -∞. ഞാൻ ഇവിടെ ഒരു എക്സ് കൊടുത്തിട്ടുണ്ടാവില്ല, ആ എക്സ് വരെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ CDF കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓർക്കണം, എങ്ങനെയാണ് CDF കണ്ടുപിടിക്കുക? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ 2 ആണെച്ചാൽ -∞ മുതൽ 2 വരെ. ദിസ് ഇസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ ടു എഫ് ഓഫ് എക്സ് dx. അപ്പോൾ ഇവിടെ ഏത് നമ്പറാണോ കൊടുക്കുന്നത് -∞ മുതൽ ആ നമ്പർ വരെയാണ് എഫ് ഓഫ് എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് കാണുമെങ്കിൽ നമ്മൾ -∞ മുതൽ +∞ വരെയുള്ള ഏതൊരു വാല്യൂ എഫ് ഓഫ് എക്സിന് കൊടുത്താലും അതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം. ഇറ്റ്സ് ഡിഫൈൻഡ് ഫോർ ഓൾ റിയൽ നമ്പേഴ്സ് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കണം, ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് PDF-നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് CDF കണ്ടുപിടിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നോക്കൂ, റേഞ്ച് നോക്കുമ്പോൾ -∞ മുതൽ +∞ വരെയുള്ള കംപ്ലീറ്റ് റേഞ്ചിൽ എഫ് ഓഫ് എക്സ് സെയിം ആണോ? അല്ല അല്ലേ? -∞ ടു 0 വരെ എഫ് ഓഫ് എക്സ് 0 ആണ്. 0 to 1 വരെ എഫ് ഓഫ് എക്സ് എന്താണ്? 3x സ്ക്വയർ ആണ്. 1 കഴിഞ്ഞ ശേഷം ∞ വരെ എഫ് ഓഫ് എക്സ് ഇസ് എഗെയിൻ 0. അപ്പം നമ്മൾ ഈ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൽ കൊടുക്കുന്ന ഈ എക്സിൻ്റെ റേഞ്ച് നമ്മൾ 3 എണ്ണമായിട്ട്, ശരിക്കും വേണ്ടത് -∞ ടു +∞ വരെയാണ്. അതിനെ 3 കഷ്ണങ്ങളായിട്ട് ഞാൻ മുറിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് റേഞ്ച് എന്ന് പറഞ്ഞാൽ -∞ ടു 0, കാരണം ആ റേഞ്ചിൽ കംപ്ലീറ്റ് എഫ് ഓഫ് എക്സ് 0 ആണ്. അടുത്ത റേഞ്ച് ഞാൻ എക്സ് എവിടെ കിടക്കുന്ന എക്സ് ആണ് എടുക്കാൻ പോകുന്നത്. അടുത്തത് 0 to 1, 0ൻ്റെയും 1ൻ്റെയും ഇടയിൽ കിടക്കുന്ന എക്സുകൾ എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണ് എന്ന് നോക്കും. അടുത്തതായിട്ട് 1ൻ്റെയും ∞ ഇടയിലുള്ള എക്സ് കിടക്കുമ്പോൾ എന്താണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് കണ്ടുപിടിക്കും. അങ്ങനെ 3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 3 സ്റ്റേജസ് ആയിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിനെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം എടുക്കാൻ പോകുന്ന എഫ് ഓഫ് എക്സിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോകുന്ന എക്സുകളെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. -∞, ലെസ് ദാൻ എക്സ്, ലെസ് ദാൻ 0. അതായത് -∞യും 0ൻ്റെയും ഇടയിലുള്ള ഏതോ ഒരു നമ്പറാണ് ഞാൻ ഈ എക്സിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ -∞ ടു ഞാൻ എടുത്ത എക്സ് ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നത്? -∞യുടെയും 0ൻ്റെയും ഇടയിൽ, ഇവിടെയാണ് എൻ്റെ എക്സ് കിടക്കുന്നത്. അപ്പോൾ അവിടെ എഫ് ഓഫ് എക്സ് എന്താണ്? അവിടെ എഫ് ഓഫ് എക്സ് 0 ആണ്. ഈ റേഞ്ചിൽ എഫ് ഓഫ് എക്സ് 0 ആണ്. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് ഞാനൊരു എക്സിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അവിടുത്തെ എഫ് ഓഫ് എക്സിനെയാണ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം -∞യുടെയും 0യുടെയും ഇടയിൽ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 0 ആണ്. സോ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇസ് ഓൾസോ 0. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്ന എക്സ്, ക്യാപിറ്റൽ എഫ് ഓഫ് എക്സിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പറഞ്ഞയക്കാൻ പോകുന്ന എക്സ് ഞാൻ എടുക്കാൻ പോകുന്നത് അടുത്ത ഇൻ്റർവെൽ നിന്നാണ്. അപ്പോൾ -∞ ടു 0 നോക്കി, അടുത്തത് 0 to 1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലാണ്. അതായത് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. സോറി. അപ്പം ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കാൻ പോകുന്നത്? 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു എക്സ് ആണ് എടുക്കാൻ പോകുന്നത്. കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയിട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ലെസ് ദാൻ എടുത്താലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എടുത്താലും ഒന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എഴുതാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഇതൊന്ന് വരച്ച് വയ്ക്കാം.
ഇപ്പോൾ ഇവിടെ എനിക്കറിയാം -∞ to 0 വരെ എൻ്റെ എഫ് ഓഫ് എക്സ് 0 ആണ് അല്ലേ. പിന്നെ ഞാൻ എടുക്കുന്നത് 0ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഇവിടെയുള്ള എഫ് ഓഫ് എക്സ് എന്താണ്? 3x² ആണ് അല്ലേ. അപ്പോൾ 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഒരു എക്സ് ആണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഇടയിലുള്ള ഏതോ ഒരു എക്സ് 0 ആവാം, ഇവിടെയുള്ള ഏത് പോയിന്റ് ആവാം, 1 വരെ ആവാം. ആ റേഞ്ചിലുള്ള ഒരു എക്സ് ആണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാൻ പോകുന്നത്, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത്. അതായത് ഞാൻ ഇപ്പോൾ എഫ് ഓഫ് 0.2 കാണാൻ പറഞ്ഞാൽ ഞാൻ ഇതാണ് എടുക്കാൻ പോകുന്നത്, ഈ ഫോർമുലയിലാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇപ്പോൾ എഫ് ഓഫ് 0.3, എഫ് ഓഫ് 0.45, എഫ് ഓഫ് 0.72, എഫ് ഓഫ് 0.99, അങ്ങനെയുള്ള 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആണ് ഞാൻ ഈ എക്സിന് കൊടുക്കുന്നത് എങ്കിലാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാണ് ഞാൻ CDF കാണുന്നത്? -∞ മുതൽ ഞാൻ എടുക്കുന്ന എക്സ് വരെ, ഞാനിപ്പോൾ 0.9 ആണെച്ചാൽ 0.9 വരെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. 0.2 ആണെച്ചാൽ -∞ to 0.2 വരെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ആര് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? എഫ് ഓഫ് എക്സിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഏത് മുതലാണ്? -∞ മുതൽ ഞാൻ എടുത്ത എക്സ് വരെയാണ് ഞാൻ എഫ് ഓഫ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ ഈ കംപ്ലീറ്റ് റേഞ്ചിൽ ഒരേ എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അങ്ങനെയാണോ നമുക്കിവിടെ ഉള്ളത്? അല്ല. -∞ മുതൽ 0 വരെ എനിക്ക് എഫ് ഓഫ് എക്സ് 0 ആണ്, നമുക്കറിയാലോ. 0 കടന്നു കഴിഞ്ഞ് അങ്ങോട്ട് പോയാലാണ് എഫ് ഓഫ് എക്സ് എന്താവണത്? 3x² ആവുന്നത്. അത് 1 വരെയുണ്ട്. അപ്പോൾ നമ്മളെടുത്ത വാല്യൂ 1ൻ്റെ അപ്പുറത്തേക്ക് കിടക്കുന്നില്ല, 1ൻ്റെയും 0ൻ്റെയും 1ൻ്റെയും ഉള്ളിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എക്സ് വരെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 3x² ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ റേഞ്ചിനെ നമ്മൾ കട്ട് ചെയ്യണം. നമ്മൾ ആ മാറ്റം എഫ് ഓഫ് എക്സ് മാറ്റം വന്ന പോയിന്റ് 0 എന്നല്ലേ മാറുന്നത്. അപ്പോൾ -∞ to x എന്ന് പറയുന്ന റേഞ്ചിനെ ഞാൻ 2 കഷ്ണങ്ങളായിട്ട് മുറിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് മുറിക്കുന്നത്? -∞ to 0, അവിടെയാണ് മാറ്റം വരുന്നത് അല്ലേ. എഫ് ഓഫ് എക്സ് dx പ്ലസ് ഇൻ്റഗ്രൽ, അടുത്ത കഷ്ണം എന്താണ്? -∞ to 0, 0 to x വരെ, 0 to x എഫ് ഓഫ് എക്സ് dx. അതായത് ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരേ എഫ് ഓഫ് എക്സ് തന്നെയാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to 0, -∞ 0ൻ്റെ ഇടയിൽ എഫ് ഓഫ് എക്സ് എന്താണ്? 0 dx പ്ലസ് ഇൻ്റഗ്രൽ 0 to x, 0 മുതൽ x വരെയുള്ള സ്ഥലത്ത് എന്താണ്? 3x² dx. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പം ഇവിടെ എന്തായിപ്പോയി? ഇൻ്റഗ്രൽ 0 ആയിപ്പോയി അല്ലേ. പ്ലസ് ഇവിടെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, 3നെ പുറത്തേക്ക് വയ്ക്കാം, x² ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക? x³ 3. എക്സിൻ്റെ റേഞ്ച് നമ്മൾ കൊടുക്കുന്നത് 0 to x ആണ് കേട്ടോ. അവിടെ കൊടുക്കുന്നത് 1 അല്ല, 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള ആൾ എടുക്കുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ ഞാൻ ചിലപ്പോൾ 0.2 ആണ് എടുത്തെങ്കിൽ ഞാൻ 0 to 0.2 ആണ് ഇവിടെ റേഞ്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 3യും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ x³ മാത്രം. അപ്പോൾ നമ്മൾ റേഞ്ച് കൊടുക്കുക, x³ x കൊടുക്കുമ്പോൾ x³ -0³ അല്ലേ, വിച്ച് ഈസ് x³. അതാണ് 0ൻ്റെയും 1ൻ്റെയും ഇടയിലുള്ള എഫ് ഓഫ് എക്സ്. ഇനി അടുത്ത റേഞ്ചായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത്, ഇപ്പോൾ 0 to 1 കൊടുത്തു, അടുത്ത റേഞ്ച് എന്താണ്? ഞാൻ എക്സിൻ്റെ വാല്യൂ 1ൻ്റെയും ഇൻഫിനിറ്റീൻ്റെയും ഇടയിലുള്ള ഒരു എക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ആ എക്സ് ആണ് ഞാൻ എഫ് ഓഫ് എക്സിന് കൊടുക്കുന്നതെങ്കിൽ, അതായത് ഞാൻ എഫ് ഓഫ് 1.2 ആണ് കാണുന്നത്, അല്ലെങ്കിൽ എഫ് ഓഫ് 2.3 ആണ് കാണുന്നത്, എഫ് ഓഫ് 5 ആണ് കാണുന്നത്, അതാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബൈ ഡെഫിനിഷൻ നമുക്കറിയാം, നമ്മൾ ഇൻ്റഗ്രൽ -∞ to x, ഞാൻ എടുത്ത വാല്യൂ, ഞാൻ എക്സ് 2 ആണ് എടുത്തതെങ്കിൽ -∞ to 2, 5.3 ആണെച്ചാൽ ഇൻ്റഗ്രൽ -∞ to 5.3 എഫ് ഓഫ് എക്സ് dx. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഞാൻ എവിടെയാണ് എടുത്തിരിക്കുന്നത്? എൻ്റെ എക്സ് എടുത്തിരിക്കുന്നത് -∞ ഉണ്ട്, ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, പ്ലസ് ഇൻഫിനിറ്റി ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് 1ൻ്റെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിലുള്ള ഒരു എക്സ് ആണ്. അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം നമുക്കറിയാം -∞ മുതൽ ഇങ്ങനെ ഇവിടുന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ 0-ലെത്തുമ്പോൾ എഫ് ഓഫ് എക്സ് മാറും. ഇവിടെയൊക്കെ 0 ആണ്. 0 to 1-ലെത്തുമ്പോൾ, ഇത് 1ഉം കഴിഞ്ഞിട്ടാണ് എൻ്റെ എക്സ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പം 0 to 1 വരെ 3x² ആയിരുന്നു. എഗെയിൻ 1 കഴിയുമ്പോൾ എഗെയിൻ എഫ് ഓഫ് എക്സ് എന്തായി? 0 ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പോകേണ്ടത്. അപ്പോൾ ഇവിടെ 3 കഷ്ണങ്ങളായിട്ട് വേണം ഇൻ്റഗ്രലിനെ കട്ട് ചെയ്യാൻ. ഇൻ്റഗ്രൽ -∞ to 0 എഫ് ഓഫ് എക്സ് dx പ്ലസ് ഇൻ്റഗ്രൽ 0 to 1 3x² dx പ്ലസ് 1ഉം കഴിഞ്ഞിട്ടാണ് എൻ്റെ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ 1 to x എഫ് ഓഫ് എക്സ് dx. അപ്പോൾ നോക്കൂ, -∞ to 0 എന്ന് പറഞ്ഞ റേഞ്ചിൽ എഫ് ഓഫ് എക്സ് 0 ആണ്. അപ്പോൾ അത് 0 ആയിപ്പോയി.
അടുത്തത് അതിൻ്റെ അപ്പുറത്തുള്ളതും ഇതും 0 ആയിപ്പോയി. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ആരേ ഉള്ളൂ? ഇൻ്റഗ്രൽ 0 to 1 3x². അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ? 3x² dx. അപ്പോൾ 3നെ പുറത്തേക്ക് വയ്ക്കാം. x² ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x³ 3 ബിറ്റ്വീൻ ലിമിറ്റ് 0 and 1. 1ഉം 1ഉം 3യും 3 ക്യാൻസൽ ചെയ്തു. 1 കൊടുക്കുമ്പോൾ 1³ - 0³ വിച്ച് ഈസ് 1 അല്ലേ? അപ്പോൾ എഫ് ഓഫ് എക്സ് നമുക്ക് എല്ലാ റേഞ്ചിലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നായിട്ട് ഇവിടെ എഫ് ഓഫ് എക്സ് എഴുതുകയാണ്. നമുക്ക് എങ്ങനെ എഫ് ഓഫ് എക്സ് എഴുതാം? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ചെയ്ത 3ൻ്റെ ആൻസറാണ് എഴുതുന്നത്. എഫ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു 0. നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് നമുക്ക് എന്താ കിട്ടിയിട്ടുണ്ടായിരുന്നത്? 0 എന്നുള്ള ആൻസറാണ് കിട്ടിയിരിക്കുന്നത്. എക്സ് ഏത് റേഞ്ചിൽ എടുത്തപ്പോൾ? -∞ (x <0). അപ്പോൾ അതാണ് ആദ്യം എഴുതുന്നത്. -∞ (x 0). പിന്നെ ഞാൻ അടുത്ത് എടുത്തത് 0 to 1 എന്ന് പറഞ്ഞ റേഞ്ചിലാണ്. 0 (x 1). അടുത്ത പീസായിട്ടുള്ളത് എടുത്തു. അപ്പോൾ എനിക്ക് x³ എന്താ? എഫ് ഓഫ് എക്സ് എന്താണ് കിട്ടിയിരിക്കുന്നത്? x³. ആൻഡ് അടുത്ത പീസ്, അതായത് 1 < (∞). ഇതെടുത്തപ്പോൾ എഫ് ഓഫ് എക്സ് എനിക്ക് എന്താ വന്നിരിക്കുന്നത്? എനിക്ക് വന്നിരിക്കുന്നത് 1 ആണ്. അപ്പം ഇങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മളിങ്ങനെ റേഞ്ച് നോക്കിയിട്ടാണ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതേമാതിരി തന്നെയാണ് ഇപ്പം 2 റേഞ്ചുകൾ വന്നു എന്ന് വിചാരിക്കും. ഇവിടെ 3x² മാത്രമേ വന്നിട്ടു. ഇനിയിപ്പോൾ അടുത്ത റേഞ്ചിൽ വേറൊന്നും തന്നിട്ടുണ്ടെങ്കിൽ അതേമാതിരി കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് നോക്കുന്നത് ചേഞ്ച് ഓഫ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലുള്ള ചേഞ്ച് ഓഫ് വേരിയബിൾ ആണ് പറയുന്നത്. ഇപ്പോൾ ഡിസ്ക്രീറ്റ് കേസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വേരിയബിൾസ് ചേഞ്ച് ചെയ്താൽ എങ്ങനെയാണ് ആ പുതിയ വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണുക നോക്കാം. അപ്പോൾ the probability distribution of a discrete random variable x is given below. x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് -1, 0, 1 വിത്ത് പ്രോബബിലിറ്റീസ്, അതായത് PMF 1/7, 2/7 and 4/7. Find the probability distribution of the random variable y is equal to 2x plus 3. അപ്പോൾ y എന്ന് പറയുന്ന പുതിയൊരു റാൻഡം വേരിയബിളിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണേണ്ടത്. അപ്പോൾ y എന്ന് പറഞ്ഞാൽ ആളുടെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങളാണ് കാണേണ്ടത്. ഇത് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത് എന്ന് ആദ്യം അറിയണം. അതിനുശേഷം ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി, ഓരോ വാല്യൂവിനുള്ള പ്രോബബിലിറ്റി കൂടി കാണണം, വിച്ച് ഇസ് ഇറ്റ്സ് PMF. അതിന് നമ്മൾ g(y) കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈ ഡെഫിനിഷൻ ഇറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് g(y)? പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ y ഇസ് ഈക്വൽ ടു y. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ വാല്യൂസും അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഏതൊക്കെ വാല്യൂസ് എടുക്കണമെന്ന് പറയുന്നത്? എക്സ് -1 എടുക്കുന്നുണ്ട്, 0 എടുക്കുന്നുണ്ട്, 1 എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് y ഏതൊക്കെ വാല്യൂസ് ആണ് എടുക്കണമെന്ന് നോക്കാം. y എന്താണ്? y ഇസ് 2x plus 3. അപ്പോൾ ഇവിടെ എന്താവും? y 2 × -1 plus 3, അതായത് -2 plus 3 എന്ന് വരുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ y എടുക്കുന്ന ആദ്യത്തെ വാല്യൂ 1 ആണ്. when x is equal to 0, what is y? y is equal to 2x, 2 × 0 plus 3, which is equal to 3. അപ്പോൾ y എടുക്കുന്ന രണ്ടാമത്തെ വാല്യൂ 3 ആണ്. when x is equal to 1, what is y? y is equal to 2 × 1 plus 3, which is equal to 5. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം കണ്ടുപിടിച്ചു. y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലായി. ഏതൊക്കെയാണ് വാല്യൂസ്? y എടുക്കുന്ന വാല്യൂസ് 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഇത്ര വാല്യൂസാണ് y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് y 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ് എന്ന് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ y എടുക്കുന്ന വാല്യൂസ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. y എടുക്കുന്ന വാല്യൂസ് 1, 3 and 5. ഇനി നമുക്ക് y-ൻ്റെ PMF ഓഫ് y ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ g(y) കൊണ്ട് എഴുതി. വാട്ട് ഈസ് g(y)? y-ൻ്റെ PMF ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ Y ഇസ് ഈക്വൽ ടു സ്മോൾ y. ഇതാണ് PMF. അപ്പോൾ നമുക്കിവിടെ ആരൊക്കെ വേണം? g(1) വേണം, ഒരു g(3) വേണം, g(5) വേണം. വാട്ട് ഈസ് g(1)? പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 1 അല്ലേ? അപ്പോൾ y-നെ കുറിച്ചിട്ട് ഇപ്പോൾ നമുക്കൊന്നും അറിയില്ല. നമുക്കിപ്പോൾ y ഇസ് ഈക്വൽ ടു 1 എന്നേ അറിയുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ നോക്കുകയാണ്, y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എപ്പോഴാണ് 1 എന്ന് പറഞ്ഞ വാല്യൂ എടുത്തത്? നമുക്ക് എക്സിനെ അറിയുള്ളൂ. അപ്പോൾ നമ്മളത് എക്സിൻ്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. y എപ്പോഴാണ് 1 എടുത്തത്? when x ഇസ് ഈക്വൽ ടു -1. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു -1. വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു -1? f of -1.
അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വാട്ട് ഈസ് എഫ് ഓഫ് -1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു -1 എഫ് ഓഫ് എക്സ് ദറ്റ് ഈസ് 1/7. അപ്പോൾ നമ്മളിവിടെ എന്ത് എഴുതി? ദിസ് ഈസ് ഈക്വൽ ടു 1/7 എഴുതി. ഇനി എനിക്ക് കാണേണ്ടത് g of 3 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 3. അപ്പോൾ ഞാൻ നോക്കി എപ്പോഴാണ് എൻ്റെ റാൻഡം വേരിയബിൾ y 3 ആയത്, എക്സിൻ്റെ ഏത് വാല്യൂവിനാണ് എന്ന് നോക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം എക്സ് 0 ആവുമ്പോഴാണ് y 3 ആയിട്ടുണ്ടായിരുന്നത്. ദറ്റ് ഈസ് എഫ് ഓഫ് 0. വാട്ട് ഈസ് എഫ് ഓഫ് 0? നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 എന്താണ്? 2/7 ആണ് അല്ലേ? അപ്പം നമ്മൾ അത് എഴുതി. ദറ്റ് ഈസ് ഈക്വൽ ടു 2/7. ഇനി ജി ഓഫ് 5ഉം കാണണം. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് y ഇസ് ഈക്വൽ ടു 5. എപ്പോഴാണ് y 5 ആയിട്ടുണ്ടായിരുന്നത്? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് 1 ആവാനുള്ള പ്രോബബിലിറ്റി എന്തായിരുന്നു? 4/7. ഇത് നമ്മൾ എഴുതി വെച്ചാണ്. അപ്പോൾ ഈ 3 നമുക്ക് കിട്ടി. അപ്പോൾ വൈൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എഴുതിക്കൂടെ? ദ ഫോർ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാപിറ്റൽ വൈ ഇസ്, വൈ എടുക്കുന്ന വാല്യൂസ് അതിൻ്റെ PMF ആയിട്ടുള്ള ജി ഓഫ് വൈ എഴുതി. വൈ എടുക്കുന്നത് 3 വാല്യൂസാണ് അല്ലേ? ഏതൊക്കെയാണ് വാല്യൂസ്? 1 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് ഏതൊക്കെയാണ്? 1/7, 2/7 ആൻഡ് 4/7. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് കേസിൽ നമ്മൾ ഈ റാൻഡം വേരിയബിളിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് കേസിൽ നോക്കാം. കണ്ടിന്യൂസ് കേസിൽ ഇപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ, എക്സ് ഇസ് എ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ഹാവിങ് PDF, അതിൻ്റെ PDF എഫ് ഓഫ് എക്സ് ആണെങ്കിൽ, ആൻഡ് വൈ ഇസ് എ ഫങ്ഷൻ ഓഫ് വൈ, വൈൻ്റെ വൈ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്, വൈ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു ഫങ്ഷൻ ആണ് എന്ന് വിചാരിക്കുക. ദെൻ PDF ഓഫ് വൈ ഇസ് ഗിവൺ ബൈ ജി ഓഫ് വൈ. ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് dy/dx. ഇങ്ങനെയാണ് നമ്മളൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിളിൻ്റെ കേസിൽ നമ്മൾ ചേഞ്ച് ഓഫ് വേരിയബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ ചേഞ്ച്ഡ് വേരിയബിളിൻ്റെ PDF കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. അതിൽ the PDF of a random variable x is given by f of x is equal to 1 in the range 0 less than or equal to x less than or equal to 1. Find the distribution of y is equal to -2 log x. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചേഞ്ച് ഓഫ് വേരിയബിളിൽ സാധാരണ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് തന്നെയാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF തന്നിട്ടുണ്ട്. അപ്പോൾ വൈൻ്റെ PDF ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് വൈ എന്താണ്? PDF ഓഫ് വൈന് നമുക്ക് ജി ഓഫ് വൈ എന്ന് എഴുതാം. PDF ഓഫ് വൈ, ജി ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു നമ്മുടെ ഫോർമുല പ്രകാരം ദറ്റ് ഇസ് 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് dy/dx. ഇതാണ്. അപ്പോൾ ആദ്യം നമുക്ക് dy/dx കണ്ടുപിടിക്കാം. വാട്ട് ഈസ് dy/dx? dy/dx ഇസ് ഈക്വൽ ടു y എന്ന് പറഞ്ഞാൽ -2 log x ആണ്. ഇത് നാച്ചുറൽ ലോഗരിതം കേട്ടോ. ലോഗരിതം ടു ദ ബേസ് e ആയിരിക്കും നമ്മൾ എടുത്തിട്ടുണ്ടാവേ. അപ്പം -2 log x. അപ്പോൾ -2 ഇൻറ്റു log എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ വരിക? 1/x. അല്ലെങ്കിൽ ദിസ് ഇസ് ദിസ് ഇസ് -2/x. അപ്പം നമുക്ക് മോഡുലസ് അല്ലേ വേണ്ടത്. അപ്പം മോഡുലസ് ഓഫ് dy/dx ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -2/x വിച്ച് ഇസ് ഈക്വൽ ടു 2/x. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജി ഓഫ് ഐ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇവിടെ കുഴപ്പമില്ല, 1 തന്നെയാണ്. 1 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് 2/x എന്ന് പറയുമ്പം മോഡുലസ് ഓഫ് dy/dx ഇസ് മോഡുലസ് ഓഫ് 2/x വിച്ച് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2/x നമുക്ക് എങ്ങനെ എഴുതാം? x/2 എന്ന് എഴുതാം അല്ലേ? അപ്പോൾ നമ്മൾ ആരും ഇവിടെ എഴുതുന്ന y എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ PDF ആണ് എഴുതുന്നത്. അപ്പോൾ അത് എക്സിൻ്റെ ടേംസിൽ എഴുതാൻ മതിയോ? അല്ല, അത് വൈയുടെ ടേംസിൽ തന്നെ വേണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എക്സിനെ വൈൻ്റെ ടേംസിൽ എഴുതുന്നത്? അപ്പോൾ വാട്ട് ഈസ് വൈ? വൈ ഈസ് ഈക്വൽ ടു -2 log x ടു ദ ബേസ് e ആയിരിക്കും ഇതിലുണ്ടാവേ. അപ്പം വാട്ട് ഈസ് log x അല്ലെങ്കിൽ വാട്ട് ഈസ് log x ടു ദ ബേസ് e? That is equal to -y/2. Log x to the base e is equal to -y/2 ആണെങ്കിൽ what is x? x എന്ന് പറഞ്ഞാൽ e raised to -y/2 ആയിരിക്കും. x എന്തായിരിക്കും? e raised to -y/2. അപ്പോൾ നമുക്കിവിടെ എന്തെഴുതി? This is equal to 1/2 e raised to -1/2.
ഇപ്പം ഇതിപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമില്ല, എന്നാലും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളോട്. ഈ പിന്നെ PMF ഉണ്ടല്ലോ, ഈ PDF ഏത് ഡിസ്ട്രിബ്യൂഷൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടേക്ക് വന്ന് ഈ പൊസിഷനിൽ എത്തി അല്ലേ, 4th സെമ്മിൽ എത്തിയപ്പോഴേക്ക് ഇത് പഠിക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊരു എക്സ്പോണൻഷ്യൽ ആണ് കേട്ടോ. തീറ്റ e⁻⁻θx എന്നൊക്കെ പറയില്ല, അവിടെ തീറ്റയുടെ സ്ഥാനത്ത് 1/2 വന്നൊരു എക്സ്പോണൻഷ്യലാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ അപ്പോൾ PDF കിട്ടിയിട്ടോ. PDF പക്ഷേ എന്നാലും ഒരു കാര്യം ഇനി ബാക്കി നിൽക്കുന്നുണ്ട്. എന്താ അറിയോ, ഏതൊരു PDF അല്ലെങ്കിൽ ഏതൊരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് അയാളുടെ റേഞ്ച് കൂടി പറയണം. അപ്പോൾ എക്സിൻ്റെ റേഞ്ച് അറിയാം 0 to 1. വാട്ട് ഈസ് y when x is equal to 0? when x is equal to 0 y എന്തായിരിക്കും? x 0 എന്ന് പറഞ്ഞാൽ y എന്താണ്? അപ്പോൾ x 0 എന്ന് പറഞ്ഞാൽ e⁻⁻y/2 0 ആയിരിക്കും അല്ലേ. എന്താ എപ്പോഴും 0 വരിക? e⁻∞ ആയിരിക്കും 0. അതായത് y എന്തായിരിക്കും ഇവിടെ? y/2 will be infinity or y is equal to infinity. അപ്പോൾ when x is equal to 0 y is equal to infinity. പിന്നെ എക്സിൻ്റെ പിന്നെ ലാസ്റ്റ് റേഞ്ച് ഏതാണ്? x is equal to 1. അപ്പോൾ x 1 എപ്പോഴാണ് ആവുന്നത്? അതായത് x എന്ന് പറഞ്ഞാൽ e⁻⁻y/2. e⁻⁻y/2 എപ്പോഴാണ് 1 ആവുന്നത്? -y/2 എന്താവുമ്പോഴാണ്? 0 ആവുമ്പോഴാണ്. e⁻0 അല്ലേ 1? അപ്പോൾ -y/2 0 മീൻസ് y is equal to 0. അപ്പോൾ y-ൻ്റെ റേഞ്ച് എന്താണ്? നമ്മൾ ചെറുത് ടു വലുത് എന്നാണ് പറയുക അല്ലേ, 0 to infinity. അപ്പോൾ 0 less than y less than infinity അറിയാം, അല്ലെങ്കിൽ y greater than 0 എന്നും പറയും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ചേഞ്ച് ഓഫ് വേരിയബിൾ വന്നാൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണേ.